ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, സാധാരണ ഇപ്പോൾ നമ്മളുടെ ചെറുപ്പക്കാരിൽ ഉള്ളൊരു പ്രോബ്ലമാണ് കുഴഞ്ഞു വീണ് മരിക്കുക. ജിമ്മിൽ പോയി പിന്നെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് ആശുപത്രി പോയി അറ്റാക്കായി മരിച്ചെന്നൊക്കെ ഉള്ള ഒത്തിരി ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രായത്തേക്കാൾ, നമ്മുടെ ശരിയായ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം നമ്മുടെ ഹാർട്ടിനായെന്നാണ്. അതായത് ഹാർട്ടിൻ്റെ ആരോഗ്യം കുറഞ്ഞു. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണം തന്നെ. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ തന്നെയും ഇപ്പോൾ വീട്ടിലൊന്നും വെക്കാനൊന്നും അവർക്ക് നേരമൊന്നുമില്ല, എല്ലാവരും അതും ഇതൊക്കെ വാങ്ങി കഴിക്കുന്നവരാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. ഭക്ഷണം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ധാരാളം പഴങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, അതുപോലെ പിന്നെ തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കുക, പിന്നെ ഇലക്കറികൾ, അങ്ങനെ നമ്മുടെ പിന്നെ ഫാറ്റി ഫിഷ്, എഗ്ഗ്, അങ്ങനെയുള്ള പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ധാരാളം നട്ട്സ്, സീഡ്സ്, അതെല്ലാം നമുക്ക് കഴിക്കാം. പക്ഷേ ഈ വാങ്ങി കഴിക്കുന്ന ഫുഡ് എപ്പോഴും നമുക്കത് ദൂഷ്യം ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നതാണ് കേട്ടോ. ഈ ഫുഡിലുള്ള ഈ ഒത്തിരി ഫുഡ് ആവശ്യമില്ലാതെ കഴിക്കുന്നു, പിന്നെ മദ്യപിക്കുന്നു, പിന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പ്രായത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രായം കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സിംറ്റംസ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാനുള്ളത്, ഈ വക പുറത്തുനിന്നുള്ള വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. കഴിയുന്നതും വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അപ്പം തന്നെ ഒത്തിരി നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും കേട്ടോ. പിന്നെ ലഹരി പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്യുക, പുകവലിക്കുക, പിന്നെ മറ്റുള്ള ഒത്തിരി ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമുക്ക് വിപണിയിൽ സുലഭമാണല്ലോ. അപ്പോൾ അതെല്ലാം നിങ്ങൾ പരീക്ഷിക്കാണ്ടിരിക്കുക. നമ്മുടെ ഹാർട്ട് ആണ്, നമ്മുടെ ആയുസ്സാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി അതെല്ലാം നമുക്ക് മാറ്റിവെച്ച് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ആണ് നമുക്ക് ആവശ്യം കേട്ടോ. പിന്നെ ചെയ്യാനുള്ളത് എന്താണെന്നോ, ഈ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരുന്ന് ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന ജോലിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും എക്സസൈസ് മസ്റ്റാണ്. ഒരാഴ്ചയിൽ ഒരു 150 മിനിറ്റെങ്കിലും നമ്മൾ എക്സസൈസ്, ഇപ്പോൾ സാധാരണ എക്സസൈസ് ചെയ്യുന്നതാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ. മാത്രമല്ല, ഒരു 75 മിനിറ്റെങ്കിലും ആഴ്ചയിൽ നമ്മൾ ഓടുകയോ സൈക്കിൾ ചവിട്ടുകയോ നടക്കുകയോ എല്ലാം ആ കൂട്ടത്തിലും വേണം. അപ്പോൾ ഇത്രയും എക്സസൈസ് നമ്മൾ ചെയ്താൽ നമ്മുടെ ഹാർട്ട് നല്ല ആരോഗ്യമാവും. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന്, ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി പേര് രാത്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവർക്കിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു 7 മണിക്കൂർ തുടങ്ങി 8 മണിക്കൂർ വരെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഉറങ്ങുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉറക്കം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന്, എപ്പോഴും നമ്മൾ സ്ട്രെസ്സ് ഒഴിവാക്കുക. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ ഇന്നിപ്പോൾ ഒത്തിരി നമുക്ക് ടിപ്സ് ഉണ്ടല്ലേ. മെയിനായിട്ട് യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അവർ ജോലിയുടെ സ്ട്രെസ്സ്, മക്കളെ വളർത്തേണ്ട അങ്ങനെ ഒത്തിരി ടെൻഷനും സ്ട്രെസ്സുമാണ് ഇപ്പോൾ യൗവനക്കാർ അനുഭവിക്കുന്നത്. ഞങ്ങളൊക്കെ അത് കഴിഞ്ഞ് വന്നവരാണ് കേട്ടോ. പക്ഷെ ഞങ്ങളൊന്നും പുറത്തുനിന്ന് ഇങ്ങനെ ആഹാരം വാങ്ങി കഴിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ആരോഗ്യത്തിലിരിക്കണമെന്ന് തോന്നണേ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സ്ട്രെസ്സ് ഒഴിവാക്കുക. അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നമുക്ക് കൂടും. പിന്നെ ഒലിവ് ഓയിലൊക്കെ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ സാലഡിലൊഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അത് നമ്മൾ ഹെൽത്തി ഫാറ്റാണ് ഒലിവ് ഓയിലൊക്കെ. അതുപോലെ തന്നെ അവോക്കാഡോ പോലുള്ള പഴങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ പിന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ പറയാനുള്ളത്, നമ്മളൊരു 30 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിൽ BP ഉണ്ട്, അല്ലെങ്കിൽ ഷുഗറുണ്ട് എന്നൊന്നും, കൊളസ്ട്രോൾ ഉണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല. പക്ഷേ എങ്കിൽ നിങ്ങൾ കണിശമായിട്ടും അത് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം, നല്ലതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ
ക്ലൈമറ്റും മാറി, നമ്മുടെ ജീവിത രീതി മാറി, നമ്മുടെ ഭക്ഷണ രീതി മാറി. ഇപ്പോൾ ഇതെല്ലാം കൊണ്ടും ഈ ജീവിതശൈലി രോഗങ്ങൾ ചെറുപ്പത്തിലേ തന്നെ വരാൻ സാധ്യതയുണ്ട്. പണ്ട് കാലത്ത് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ രോഗങ്ങൾ വരുന്നത്. പിന്നെ എൻ്റെയൊക്കെ കാലമായപ്പോൾ അത് 40 വയസ്സായി, ഇപ്പം അത് 30-35 വയസ്സായി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ജീവിതശൈലി രോഗങ്ങൾ എപ്പോഴും വരാതെ ശ്രദ്ധിക്കുക. ഇനി വന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കണം, കറക്റ്റായിട്ട് ചെക്കപ്പിന് പോകണം. പിന്നെ ഞാൻ ഈ പറയുന്ന ഹെൽത്തി ഫാറ്റ്, അതുപോലെ സീഡ്സ്, അതുപോലെ തന്നെ നട്ട്സ്, ഇതെല്ലാം നമ്മുടെ പിന്നെ ചീത്ത കൊളസ്ട്രോള് മാറി അത് നല്ല കൊളസ്ട്രോൾ ആവുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബ്രെയിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കുന്നതിന് നമ്മളൊരു സമീകൃത ആഹാരം ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കഴിക്കേണ്ടതൊക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ ഭക്ഷണ രീതിയിൽ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 50-60 വയസ്സ് വരെയെങ്കിലും നമുക്ക് നമ്മുടെ ഹാർട്ടിനെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും, നിങ്ങൾ ചെറുപ്പം മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉപ്പും പഞ്ചസാരയും. ഇത് ഞാൻ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ മോദിജി പറയുന്നുണ്ട് പരസ്യം, ഉപ്പും പഞ്ചസാരയും കുറയ്ക്കാമെന്ന്. ഞാനിതൊരു 7-8 വീഡിയോ ചെയ്ത കാലം തുടങ്ങി പറയുന്നതാണ് ഉപ്പും പഞ്ചസാരയും കുറയ്ക്കണം, ഉപ്പും പഞ്ചസാരയും കുറയ്ക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഉപ്പിലിട്ടത്, അതുപോലെ പഞ്ചസാര, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതും അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യകാലങ്ങളിൽ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊന്ന് പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ഉപ്പും പഞ്ചസാരയും കുറയ്ക്കണം. പിന്നെ അടുത്തതായിട്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കണം, നല്ല കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. മധുരമില്ലാത്ത ചോക്ലേറ്റ് കിട്ടും, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവരെപ്പോഴും ആക്റ്റീവാണ്. പിന്നെ സീനിയർ സിറ്റിസനെ സംബന്ധിച്ച് ചുമ്മാ ചടഞ്ഞ് ടി വിയുടെ മുന്നിലും സിനിമ കണ്ടും മൊബൈലും നോക്കിയൊക്കെ ഇരിക്കാതെ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതൊക്കെയാണ് പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മൾ പ്രായമുള്ളവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിന്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് മെഡിറ്റേഷനൊക്കെ നമ്മൾ പറ്റില്ല, മടിയാണ് ചെയ്യാൻ. അപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പമാണ്. എല്ലാ മതത്തിലും അതിൻ്റേതായ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഹൃദയാരോഗ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാവരുടെ ഹൃദയത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.